മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവർ വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളുണ്ട്. ഒരു ഓട്ടവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാലും NDA സ്ഥാനാർത്ഥികളുടെ കോമഡി അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇവരൊക്കെ തോൽക്കുമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. തോറ്റു കഴിഞ്ഞാണെങ്കിൽ നല്ല അസല് ന്യായീകരണങ്ങളുമായി കെട്ടിയെന്നുള്ളതെന്നും ഞാൻ പണ്ടേ പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഈ NDA സ്ഥാനാർത്ഥികളെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. നമ്മുടെ അഖിൽമാരാറും അഞ്ജലി നായരൊക്കെ തന്നെ. വേറെ ആര്? എന്തൊക്കെ ബഹളായിരുന്നു. ഉമാ തോമസിന് 50,000 വോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. LDF സ്ഥാനാർത്ഥികൾക്ക് 30,000 വോട്ട് കിട്ടും. അങ്ങനെ ബാക്കി വരുന്ന 55,000 വോട്ട് നേടി 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ച് കയറും. എന്തൊക്കെ കണക്ക് കൂട്ടലുകളായിരുന്നില്ലേ നമ്മുടെ അഖിൽമാരാർ ഇവിടെ നടത്തിയത് അല്ലെ. എന്നിട്ട് റിസൾട്ട് വന്നപ്പോ എന്താ ഉണ്ടായെന്ന് നമ്മൾ കണ്ടു. കണ്ടം വഴി ഓടേണ്ടി വന്നു മാരാർക്ക്. അങ്ങനെ കണ്ടം വഴി ഓടിയ ആളാണ് പോഞ്ഞ ന്യായീകരണവുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും മാരാറുടെ ഒരു വീഡിയോ ഉണ്ടോക്കാം. 20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢി അല്ല താനെന്ന് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. ജയിക്കാൻ തോന്നുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകാനായിരുന്നു ശ്രമം. ഇനിയും സജീവമായി 2020 തുടരുമെന്നും അഖിൽ മാരാർ 24നോട് പറഞ്ഞു. ലിഡിയ ജേക്കബിന്റെ റിപ്പോർട്ടിലേക്ക്. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാറാണ് 24നൊപ്പം ചേരുന്നത്. അഖിലെ, ഉമാ തോമസ് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അഖിൽ പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. പിന്നെ ആരാണോ മത്സരിച്ചത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അഖിൽമാരാർ എന്ന വ്യക്തിയല്ല പോലും മത്സരിച്ചത്. തോൽവിയുടെ ഉത്തരവാദിത്വം നൈസായിട്ട് പാർട്ടിയുടെ മേലെ ചാർത്താനുള്ള പരിപാടിയാണ് ആശാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ജയിച്ച ആളാണ് ഞാൻ ഒടുക്കത്തെ മാസാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. ഇപ്പൊ തോറ്റു കഴിഞ്ഞപ്പോ കണ്ടില്ല. അഖിൽ മാരാർ എന്ന വ്യക്തിയല്ല പോലും മത്സരിച്ചത്. കൊള്ളാടെ മോനെ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. അഖിൽ വലിയ രീതിയിൽ കാടിളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. 2020 പിഴച്ചിട്ടേ ഇല്ല. അതുകൊണ്ടായിരിക്കും ഒറ്റ നിലയിൽ പൊട്ടിയത്. മത്സരിച്ച ഒരൊറ്റ സീറ്റിൽ പോലും വിജയിച്ചിട്ടില്ല. വിജയിക്കുന്ന പോട്ടെ, 2ാം സ്ഥാനത്ത് പോലും വന്നിട്ടില്ല. എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത് ഓർക്കണം. 2020 പിഴച്ചിട്ടില്ല പോലും. അല്ല, എന്താണ് ആശാൻ ഉദ്ദേശിച്ചത്? ഒന്ന് വ്യക്തമാക്കി തന്ന ഉപകാരമായേനെ. ഒന്ന് മയത്തിലൊക്കെ ന്യായീകരിക്കേണ്ട മാരാറേ. എന്തായാലും ബാക്കി കേട്ടോക്കാം. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. 2, അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. അപ്പൊ എന്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അഖിൽമാരാർ ശക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലുണ്ടാവും, തൃക്കാക്കരയിൽ സജീവമായി ഉണ്ടാകും എന്നാണ് അഖിൽ പറയുന്നത്. ഉണ്ടായത് തന്നെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇവനൊക്കെ സീറ്റ് കിട്ടിയപ്പോ ചാടിയത് തന്നെ. ഇനി രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും പറഞ്ഞ് തൃക്കാക്കാരുടെ ഏഴത്ത് പോലും ഇവനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്തൊക്കെ ഡയലോഗ് ആയിരുന്നില്ലേ. ഞാൻ എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞ് പാട്ടും പാടി നടന്ന ആളാണ്. ഇപ്പൊ പറയുന്ന കേട്ടില്ലേ. അണികൾക്ക് ആവേശം ഉണ്ടാകാൻ വേണ്ടിയാണ് അത്ര ജയിക്കുമെന്നും പറഞ്ഞ് നടന്നത്. കോപ്പാണ്. നീ ശരിക്കും ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ബിഗ് ബോസ് ജയിച്ച എനിക്ക് ഇലക്ഷന് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ് നീ നടന്നിരുന്നത്. എന്നിട്ട് ഇപ്പൊ തോറ്റപ്പ് കണ്ടെത്തിയ ന്യായീകരണം കണ്ടില്ലേ. ലേശമെങ്കിലും എളുപ്പമാണ് മാരാറെ. ആരോട് പറയാനാണല്ലേ. എന്തായാലും മാരാർ ഇങ്ങനെ ഓരോ ഉടായ്പ ന്യായീകരണങ്ങൾ കൊണ്ടാണ് കളം നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മുടെ അഞ്ജലി നായർ ഫുൾ കോമഡി വൈബിലാണ് മക്കളെ. ഒരു വീഡിയോ കണ്ടോക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ട്രോളർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമസ്കാരമാണ്. ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുകളൊക്കെ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം എന്നെയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിടുന്നത് കൊണ്ടും എല്ലാവരും അത് റീപോസ്റ്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ വീഡിയോസുകളും പോസ്റ്റുകളും കണ്ടു. എന്തായാലും അത്തരത്തിലുള്ള എൻജോയ് മാത്രമല്ല, അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റികളും എനിക്ക് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് കേട്ടാ മതി. എനിക്ക് സന്തോഷായി അഞ്ജലി ചേച്ചി, സന്തോഷായി. ഞാനും കുറെ ട്രോൾ ചെയ്താണല്ലോ ചേച്ചി. അതുകൊണ്ട് ചേച്ചിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. ഇനിയും ചേച്ചിനെ അറിഞ്ഞും പുറഞ്ഞും ട്രോളാലോ, ലൈസൻസ് ആയല്ലോ. അല്ലെങ്കിലും ചേച്ചിക്ക് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് എന്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു. അത് നിറവേറ്റാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതജ്ഞനാണ്. ഇനിയും ചേച്ചിക്ക് ഗുണമുള്ള ട്രോളുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ചേച്ചിക്ക് സന്തോഷായില്ലേ? ചിരിച്ചാളി. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അതിനുവേണ്ടി സമയം കണ്ടെത്തിയാണ്. ഒന്നുമല്ല എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയ ഓരോ ട്രോളർമാർക്കും
ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. പിന്നെ അതിലുപരി ഇപ്പം അതിലും ഗംഭീരമായൊരു വീഡിയോ ഒരു പോസ്റ്റ് ഷെയർ ആവുന്നുണ്ട്. അതായത് എന്റെ ഇലക്ഷന്റെ തുടക്ക സമയത്ത് ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിരുന്നിട്ട് ഒരു 2-3 ദിവസമായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ട്രോളെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ നാലിങ്ങനെ ഒരുപാട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ അത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞു. 1 മാസത്തിൽ 1.5 മാസത്തോളം ആയിരുന്നു അല്ലേ, അത്രയും ആയും തോന്നുന്നു ഇപ്പൊ ഇലക്ഷന്റെ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ. അത് വന്നിട്ട് ഇപ്പോ ആ വാചകങ്ങള് ഇപ്പോ അത് കൃത്യമായിട്ട് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ഷന് തോറ്റതിന് ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്റെ അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് ഒരു ചാനലിൽ ജസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്ത സമയത്ത് ഉണ്ടായ 1-2 കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്ലീഡുകൾ എത്തുമ്പോൾ നമുക്കത് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവരോടും സന്തോഷം തന്നെയുള്ളൂ. നമുക്ക് അത് പ്രത്യേകം പറയണം, ഇത് കണ്ടിട്ടൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല കേട്ടോ. ഒരു തരത്തിലുള്ള എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങള് ഇതിന്റെ ഒരു ഭാഗവത്തായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളിലും മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവർ വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളുണ്ട്. ഒരു ഓട്ടവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാക്കി തരാം. താങ്ക് യു. എന്തൊരു തങ്കപ്പെട്ട ചേച്ചി അല്ലേ. നമുക്ക് വേണ്ട ഒരു ട്രോൾ മെറ്റീരിയൽ ആയി നിന്ന് തരാൻ പോലും ചേച്ചി തയ്യാറാണ്. എന്നെ ട്രോളി കൊന്നിട്ട് ആരും വേണ്ടില്ല, നിങ്ങളൊന്ന് ചിരിച്ച് കണ്ടാൽ മതി എന്ന ലൈലാണ് ചേച്ചിക്ക്. വരും വർഷങ്ങളിൽ എന്റർടൈൻമെന്റിനുള്ള ഭാഗം ഉണ്ടാക്കി തരാമെന്ന് ചേച്ചി ഏറ്റിട്ടുണ്ട്. അതാണ് നമ്മുടെ ചേച്ചി, മുത്താണ്. ഇങ്ങനെ ട്രോളുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി, പക്ഷെ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാകുമ്പോൾ എങ്ങനെയാ ഞാനിത് ചെയ്യാതിരിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി കണ്ടോക്കാം. വളരെ നല്ല റെസ്പോണ്ട് ആയിരുന്നു. കാരണം 30,000 വോട്ട്സ് കിട്ടുക, എന്നെ പോലത്തെ ഒരു പുതിയ ആൾക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പിന്നെ പൊതുവേ ആ ഒരു UDF തരംഗം തൃപ്പൂണിത്തുറയിലും അലയടിച്ചു എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഈ ഒരു പൊതുവെ വോട്ടിംഗ് ശതമാനം വരുത്തുമ്പോൾ 2020യും അതോടൊപ്പം തന്നെ NDA BJP ഒരുമിച്ച് മത്സരിച്ച ഒരു ഇതാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അത് BJPക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു 30,000 വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ 2020 BJP ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ഗുണം കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇതിന് മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ അതിൽ നിന്നും ഏറെ ഗ്രാഫ് വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം വോട്ട് കിട്ടിയില്ല. എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തറയിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 23,756 ഇത്തവണ അഞ്ജലിക്ക് കിട്ടിയ വോട്ട് ഇത്രയാണ്, 29,471 വോട്ട്. അതായത് വെറും കഴിഞ്ഞ തവണത്തേക്കാളും 6,000 വോട്ടുകൾ മാത്രമേ അധികം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം. മാറിയ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതിനും കൂടുതൽ വോട്ട് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്നിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ മാർജിനൽ വോട്ട് നേടാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നത്. ബാക്കി പറയെന്തായാലും പിന്നെ ആ ഒരു വോട്ട് അങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ലോ. ഞാൻ പുതിയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. ഇതേപോലൊരു അലയൻസിന് ശേഷം ഉണ്ടായ ഒരു ഇലക്ഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 30,000 വോട്ടും എനിക്ക് പുതിയ വോട്ടുകളാണ്. വീണ്ടും അവർ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു 30,000 പേര് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ ഇപ്പോൾ ചിഹ്നം ചക്കയായിരുന്നു ചിഹ്നം. അപ്പോൾ ആ ചിഹ്നത്തിൽ ഇപ്പോൾ താമര ആണ്, BJPയെ സംബന്ധിച്ച് താമര ചിഹ്നമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ആ ചിഹ്നം ചക്കയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി BJP പ്രവർത്തകർക്ക് ഒരു മടി ഉണ്ടായി, അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. 1-2 പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞെങ്കിലും അവർ തന്നെ സാരമില്ല, അത് രണ്ടും ഒരുമിച്ചായതല്ലേ, അത് നമ്മളുടെ ആരുടെയും ഇൻഡിവിജ്വൽ തീരുമാനങ്ങളല്ലോ, മുകളിൽ നിന്ന് വന്ന തീരുമാനമാണല്ലോ, അപ്പോൾ അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ BJPക്കാർ തന്നെയാണ് ഇലക്ഷൻ നയിച്ചത് നിങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും എവിടെയും BJPക്കാരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ ചാർട്ട് ചെയ്യുകയും അവർ കാര്യങ്ങൾ ചെയ്യുകയും അവർ നയിച്ചൊരു ഇലക്ഷൻ തന്നെയാണിത്. കുറച്ച് ഈ പേരിൽ അഞ്ജലി നായർ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായാലും ആ പേര് അത്തരത്തിൽ മാറ്റം വന്നതും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക എന്ന് പറയുന്ന ചിഹ്നം എല്ലാവരിലേക്കും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ് കേട്ടോ. ആ കാര്യത്തിൽ അഞ്ജലി ചേച്ചി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ചക്ക എന്ന ചിഹ്നത്തെ മാർക്കറ്റ് ചെയ്യാൻ ചേച്ചി സകല അടവുകളും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കയും കൊണ്ടുള്ള സകല കോമാളിത്തരവും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എവിടെയെങ്കിലും ചക്ക കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് അഞ്ജലി ചേച്ചിയുടെ മുഖമാണ്. അപ്പൊ ചക്കയെ പോപ്പുലർ ആക്കിയതിന് ചേച്ചിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷെ എന്നിട്ട് എന്താ ഉണ്ടായി? ചക്ക ഒരു ട്രോൾ മെറ്റീരിയൽ ആയി എന്നല്ലാതെ ചേച്ചിക്ക് 30,000 വോട്ട് പോലും തികച്ചു കിട്ടിയില്ല. പാവുണ്ടല്ലേ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, എന്റെ പേര് എത്രയോ വർഷങ്ങളായിട്ട് അതായതുകൊണ്ടാണ് നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലും അതുപോലെ 2020 ഭാഗമായി ഇനിയും ഉണ്ടാവും, എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഇൻ ആൻഡ് അറൗണ്ട് ഇന്നലെയും ഞാൻ ഇതിന് ശേഷം വൈകുന്നേരം നമുക്ക് മറ്റ് BJP എന്താ പറയുക താമര വിരിഞ്ഞ ഏരിയ ആണെങ്കിലും അതിനൊക്കെ ഒരു ആഹ്ലാദ പ്രകടനം പോലെ തൃപ്പൂണിത്തുറയിൽ ഷോകളുണ്ടായിരുന്നു. ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ഒരു പ്രവർത്തകന്റെ ബർത്ത്ഡേ അവിടെ നിന്ന് തന്നെ ആഘോഷിച്ചു. ഞാനൊരു 8-9 മണി വരെ തൃപ്പൂണിത്തുറക്കാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇനിയും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാക്കുമെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നില്ല കേട്ടോ, ചേച്ചിനൊക്കെ ഇലക്ഷന് വേണ്ടി മാത്രം കെട്ടിറക്കിയതാണ്. ഇനി അങ്ങോട്ട് NDAയുടെ പ്ലാനിൽ തന്നെ ചേച്ചി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആരും ചേച്ചിയെ മൈൻഡ് ചെയ്യുമെന്ന് പോലും തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ചേച്ചിക്ക് വല്ല സിനിമയിലും ചാൻസ് കിട്ടുമെന്ന് നോക്കിക്കോ. എന്നാ പിന്നെ കഞ്ഞുകൂടി മുട്ടാതെ ജീവിച്ചു പോകാം. എന്തായാലും നമ്മുടെ പ്രവചനം പോലെയൊക്കെ തന്നെ അഞ്ജലി നായരും അഖിൽ മാരാറും നിലം തൊടാതെ തോറ്റതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരൊക്കെ തോൽക്കേണ്ടവർ തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. എന്തായാലും അതിനിടയിൽ NDA സ്ഥാനാർത്ഥിയായ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ചെറിയൊരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ കണ്ടുനോക്കാം. ജയിക്കുമെന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനെ കൊടുത്തിടത്തെല്ലാം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. എനിക്കൊരു സംശയമില്ല. കാരണം ഇന്ന് ക്രൈസ്തവ വോട്ടർമാരിൽ 50%-ലധികം ആളുകൾ നരേന്ദ്രമോദി ആരാധിക്കുന്നവരാണ്. അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? നരേന്ദ്രമോദിയുടെ പേര് മാറ്റി യേശു ക്രിസ്തു എന്നാക്കിയോ? അല്ലെ, ഷോൺ ജോർജ് അങ്ങനെയാണല്ലോ പറയുന്നത്. 50% ക്രിസ്ത്യാനികളും നരേന്ദ്രമോദിയാണ് പോലും ആരാധിക്കുന്നത്. ഇനി നരേന്ദ്രമോദി എങ്ങാനും യേശുവിന്റെ അവതാരമാണെന്ന് എങ്ങാനും ഇവർ പറയുമോ എന്തോ. എന്തായാലും ഇവന്റെ സ്റ്റേറ്റ്മെന്റ്സ് ക്രിസ്ത്യൻസിന് ഒട്ടും പിടിച്ചിട്ടില്ല. എങ്ങനെ പിടിക്കാനാണ്? ഏകദൈവം യേശു ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യൻസ്. അവർ മോഡിയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ലല്ലോ. എന്തായാലും ഷോൺ ജോർജിന് നല്ല പൊങ്കാലയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില കമന്റ്സ് ഞാൻ വായിച്ചുതരാം. എടാ നാറി, നീ ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. അവർ ആരാധിക്കുന്ന ഒരു ദൈവത്തെ, അത് ക്രിസ്തു ആണ്. അല്ലാതെ നീ പറയുന്ന മോദിയല്ല. നിനക്ക് നാണമില്ലേ? ഷോൺ ജോർജ് വെറും ചെറ്റയാണെന്ന് മനസ്സിലായി. അത് നീയും നിന്റെ അപ്പനും മാത്രമേ പറയൂ. ഊള. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ മാത്രമേ മോദിയെ ആരാധിക്കൂ. അത് തീട്ടവും മൂത്രവും കഴിക്കുന്നവർക്ക് മാത്രം. ഒരു കോമാളിയെ ആരാധിക്കാൻ മാത്രം വിഡ്ഢികളല്ല ക്രൈസ്തവർ. വെള്ളത്താടി കണ്ടിട്ടാണ് നീ അങ്ങനെ പറഞ്ഞതെങ്കിൽ സാന്താക്ലോസിനാകും നാട്ടുകാർ ഉദ്ദേശിച്ചത്. നീയും നിന്റെ തന്തയും ആരാധിച്ചോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ തീരുമാനിക്കേണ്ട. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ നിനക്കും നിന്റെ തന്തക്കും എന്ന് പറയുന്നവന് ഒരു മടിയുമില്ല. മറ്റുള്ളവർ അങ്ങനെയല്ലടോ. എല്ലാ ക്രിസ്ത്യാനികൾക്കും നിന്നെ പോലെ പല തന്തയല്ല മൈരേശോണേ. നിന്റെ തന്തയല്ല അവരുടെ തന്ത. തന്തയെക്കാളും വലിയ പൂഞ്ഞാറ്റില നാറി. കേട്ടല്ലോ, നല്ല തെറിപൂരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലിരിപ്പ് കൊണ്ടാണ്, വേറൊന്നല്ല. ക്രിസ്ത്യാനികളെല്ലാം നരേന്ദ്രമോദിയാണ് ആരാധിക്കുന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് കേൾക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനി വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. ബാക്കി ഉണ്ടോ എന്തായാലും. ഈ ക്രിസ്ത്യൻ വോട്ടേഴ്സ് അറിയില്ല. കാരണം മൈഗ്രൻസ് ധാരാളമുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ വിദേശത്ത് പോകുന്ന ഓരോ ഇന്ത്യക്കാരനും മോദി ഭക്തരായി മാറും. ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ പറയാം, പാലായിൽ തന്നെ ആയിരക്കണക്കിന് വീടുകൾ എനിക്കറിയാം. വിദേശത്തുള്ള മക്കൾ വിളിച്ച് ഷോൺ നോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാരായ CPM-കാരായ മാണി ഗ്രൂപ്പുകാരായ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഷോൺ നോട്ട് ചെയ്യണം ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് കേസുകൾ എനിക്കറിയാം. എന്നിട്ടാണല്ലോ ഇനി തൂറി തോറ്റത്. അച്ഛനും പൊട്ടി, മകനും പൊട്ടി, 8 നിലയിൽ പൊട്ടി. എന്നിട്ട് ഇപ്പൊ ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തതിന് കണക്ക് പറഞ്ഞു വന്നേക്കുന്നു. പാലാ മണ്ഡലത്തിലാണ് ഇയാൾ മത്സരിച്ചത്. അവിടെ ഭൂരിപക്ഷവും ക്രിസ്ത്യൻസ് ആണ്. ഇയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻസ് എല്ലാവരും മോഡി ഭക്തന്മാരാണല്ലോ. എന്നിട്ട് എന്തേ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മത്സരിച്ചിട്ടും മോഡിയുടെ കുഞ്ഞാടായിട്ടുള്ള ഷോൺ ജോർജ് 8 നില പൊട്ടിയത്? ഉത്തരം ഉണ്ടാവില്ല ഇയാൾക്കൊന്നും. വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നല്ലാതെ ഇവരെ കൊണ്ടൊക്കെ എന്തിനു പറ്റും? തന്തയും കണക്കാണ്, മോനും കണക്കാണ്. ബാക്കി പറഞ്ഞാട്ടെന്തായാലും. അവരൊക്കെ ബേസിക്കലി ഉള്ളിൻ്റെ ഉള്ളിൽ അവർ BJP ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ഷിഫ്റ്റ് ഒരു വലിയ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 13% ഞാൻ ഉറപ്പിച്ച് പറയുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 50% ക്രൈസ്തവർ BJPയോടൊപ്പം ആയിരിക്കും. ഒരു സംശയം അല്ല. ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസിയാണ്, സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഞാനൊരു സഭാവിരുദ്ധനൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയോ ഷോൺ ജോർജോ PC ജോർജോ ഒന്നും സഭയ്ക്കെതിരല്ല, സഭയോടൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ അവിടെ ചില പുഴുക്കുത്തുകൾ വരുമ്പോൾ ഞങ്ങളത് പറഞ്ഞില്ലെങ്കിൽ അത് പറയുക എന്ന് പറയുന്നത് ആസ് എ ഞാനൊരു BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല. എന്നെ സംബന്ധിച്ചൊരു സഭാവിശ്വാസി എന്ന നിലയിൽ സഭ എന്ന് പറയുന്ന യേശുവിൻ്റെ തിരുശരീരമാണ്. അതിൻ്റെ ഭാഗമാണ് ഞാനും PC ജോർജും ഒക്കെ. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. അവിടെ പുഴുക്കുത്തുകൾ വരാൻ പാടില്ല. സഭ അവിടെയുള്ള ഏറ്റവും വലിയ പൊയ്ക്കുത്തുകളാണ് ഇവനും എന്റെ അച്ഛനും. ഇതിനും വലിയ പൊയ്ക്കുത്തുകൾ ഇനി എവിടുന്ന് വരാനാണ് അല്ലേ? എന്തായാലും ഇതിനിടയിൽ ക്രിസ്ത്യൻസിനെതിരെ ഒരു വർഗീയ പരാമർശവുമായിട്ട് സിനിമാ നടി ലക്ഷ്മിപ്രിയ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചുതരാം. ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിരങ്ങാൻ BJP നേതാക്കൾ പോകരുത്. എത്ര ചേർത്ത് പിടിച്ചാലും ഉരുട്ടി കൊടുത്താലും അവർ BJPയെ പിന്തുണയ്ക്കില്ല. അനൂപ് ആന്റണി, ഷോൺ ജോർജ്, PC ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതാണ്. പകരം ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മ സഭ, ഗണക സഭ,
NSS, SNDP, KPMS തുടങ്ങിയ എല്ലാ ഹിന്ദു സമാജങ്ങളെയും ചേർത്ത് പിടിക്കുക. അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പെൻഷനും മരുന്നിനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോന്നോളൂ. മുസ്ലിം ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയും അവർ 11 LDF മുന്നണിയും ബാക്കി 11 കക്ഷികളും ഒരുമിച്ച് ചേരും. അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ BJP നേതൃത്വത്തിന് കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിന്റെ ഏകീകരണം ഉറപ്പുവരുത്തുക. എന്തായാലും ഒരു BJPക്കാരൻ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആരാധന മൂർത്തിയാണ് നരേന്ദ്രമോദി എന്ന്. എന്നാൽ മറ്റൊരു BJPക്കാർ പറയുന്നു പള്ളിയിൽ അച്ഛന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഇനി ഒരു BJP നേതാക്കന്മാരും പോകരുതെന്ന്. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഇതിലിപ്പോ ആരാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തായാലും വളരെ അപക്വമായ വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ലക്ഷ്മിപ്രിയ നടത്തിയിരിക്കുന്നത്. നമുക്ക് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒന്നും വേണ്ട, ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രം മതി, ഹിന്ദുക്കൾ ഒന്നിച്ച് നിന്നാൽ മതി എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഇതാണ് BJPക്കാരുടെ നിലവാരം എന്ന് പറയുന്നത്. ഇവരൊക്കെ അധികാരത്തിൽ വന്നാണെങ്കിലും മതേതര കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.